കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രോവബ്സ് സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം 19. സദൃശവാക്യം 10-ാം അധ്യായം 19-ാം വാക്യം. വാക്ക് പെരുകിയാൽ ലംഘനം ഇല്ലാതിരിക്കയില്ല. നമ്മുടെ വാക്ക് പെരുകിയാൽ അതിൽ പാപം വരും, ട്രാൻസ്ഗ്രഷൻ വരും. യാക്കോബിന്റെ ലേഖനം 3:5 അതുപോലെ തന്നെ പറയുന്നു. നാക്ക് ഒരു ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയുന്നതാണ്. വമ്പ് പറയുന്നത്, ബോസ്റ്റ് ചെയ്യുക, പ്രാഗ് ചെയ്യുക. ഒരിക്കല് ഒരു ഉപദേശി തൻ്റെ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഒരമ്മച്ചി ഓടിച്ചു. എന്നിട്ട് ഒരപേക്ഷ ഉപദേശിയെ, എനിക്കൊരു പ്രശ്നമുണ്ടാകും. എന്താണ് പ്രശ്നം? ഞാൻ എന്ത് പറഞ്ഞാലും അത് ഒരുപാട് പെരുപ്പിച്ചു പറയുന്ന ഒരു സ്വഭാവം പണ്ട് മുതലേ ശീലിച്ചു പോയതാണ്. ലെറ്റ് us pray. നമുക്ക് ദൈവത്തോട് പറയാം. അങ്ങനെ അവിടെ അവരെ പ്രാർത്ഥിക്കുവാൻ കടവയ്ക്കാൻ പറഞ്ഞു. മനുഷ്യ തന്നെ ആദ്യം പ്രാർത്ഥിക്കുക എന്നുള്ള പ്രശ്നം കർത്താവെ, എൻ്റെ ജീവിതത്തിൽ കടന്നുകൂടിയിരിക്കുന്ന ഈ പെരുപ്പിച്ചു പറയുന്നത് അവിടെ നിന്ന് മാറ്റി തരണം എന്നാണ്. അപ്പം പെരുപ്പിച്ച് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ ഒരു കാര്യം സ്റ്റോപ്പ്. കർത്താവെ, ഞാൻ കള്ളം പറയുന്ന സ്വഭാവം കൊണ്ട് അതെനിക്ക് മാറ്റി തരണം. തിരുത്തി പെരുപ്പിച്ചു പറഞ്ഞാൽ അതിനകത്ത് ലൈ, കള്ളം വരും എന്ന് ദൈവവചനം വളരെ വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കള്ളനോ കള്ളിയോ ആകാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളോ ആകാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാം നമ്മൾ പറയുന്നതായാലും പ്രാർത്ഥിക്കുന്നതായാലും എന്ത് തന്നെ ആയാലും ചുരുക്കി പറയുവാൻ നമ്മൾ ശീലിക്കണം. അത് എളുപ്പമല്ല. പ്രാർത്ഥിച്ച് ദൈവകൃപ നേടണം. നമ്മൾ ജൽപ്പനം ചെയ്യുന്ന സ്വഭാവം മാറ്റേണ്ടതിന് ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ്. വെളിപ്പാട് പുസ്തകം 21:8 പറയുന്നത്, പോഷ്ക്ക് പറയുന്നവരും അഗ്നി നരകത്തിന് ഇരയാകും എന്ന് സൂചന തരും. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റം വന്നുകൂടല്ല. മറ്റൊരു കാര്യം, നമ്മൾ സാക്ഷ്യം, ടെസ്റ്റിമണി പറയുന്നവരാണ്. അവിടെ പലപ്പോഴും നമ്മൾ പഴയ കഥകൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ അത് ഒത്തിരി പെരുപ്പിച്ചു വരും. മിക്കവാറും അത് കള്ളസാക്ഷ്യമായി മാറും. അത് നമ്മൾ പരിശോധിച്ച് തിരുത്തണം. ദൈവത്തിൻ്റെ കുഞ്ഞ് ചുരുക്കമായിട്ട് പഴയ അനുഭവങ്ങൾ ഒരു വാചകത്തിൽ പറയാം. ഞാൻ മോശമായിരുന്നു, ഇപ്പോഴെൻ്റെ കർത്താവ് എന്നെ കൃപയാൽ രക്ഷിച്ചു എന്ന് പറയാം. അത് കഴിഞ്ഞ് 2 സെന്റൻസ് പറയേണ്ടത് അപ്പോഴുള്ള കാര്യമാണ്. അന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് കിട്ടിയ കാര്യങ്ങൾ, പ്രത്യേക അനുഭവങ്ങൾ, ഇതൊക്കെ ചുരുക്കമായിട്ട് എല്ലാം കൂടെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് സാക്ഷ്യം പറഞ്ഞ് കേൾക്കണം. അത് നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ ഓർക്കേണ്ടത്, ദൈവത്തിന് അത് പ്രസാദകരമാകണം. 2, അവിടെ കേൾക്കുന്നതായ ആളുകൾക്ക് പ്രചോദനകരമാണ്. അവരെ പ്രചോദിപ്പിക്കുന്നത്, ഇൻസ്പയർ ചെയ്യുന്നതായിരിക്കണം. അതാണ് ശ്രദ്ധിക്കണം. പ്രാർത്ഥന, അതുപോലെ പ്രാർത്ഥന അവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. നമ്മൾ ഓർക്കുക, അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, എക്ലീസിയാസ്റ്റിസ് സഭാപ്രസംഗി 5-ാം അധ്യായം 2-3 വാക്യങ്ങളും 6-ാം അധ്യായം 11-ാം വാക്യവും നിങ്ങൾ വായിച്ചു നോക്കണം. അത് നമ്മൾ മനസ്സിലാവും. ദൈവസന്നിധിയിൽ വാക്കുകൾ ചുരുക്കമാകട്ടെ. ദൈവസന്നിധിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്, അതുകൊണ്ട് വാക്കുകൾ ചുരുക്കമാണ്. അതല്ലാന്ന് വരികിൽ പ്രാർത്ഥന ഒരുപക്ഷെ പ്രസംഗമാകണം. പ്രാർത്ഥന വീമ്പിളക്കുന്നതാകണം. നമ്മുടെ പെരുപ്പിച്ച് കാണിക്കുവാനുള്ളതായിട്ട് വരും.
വലിയൊരു പ്രസംഗമായിട്ട് തീരുന്ന ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ട്. ആളുകൾക്ക് മുഷിപ്പുണ്ടാകണമല്ല, അതെ അതിനകത്തൊരു പ്രയോജനവും ആർക്കും കിട്ടുന്നില്ല. നമുക്കറിയാമല്ലോ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 10-ാം വാക്യം, അതാണ് അവിടെ ഒരു പരീശന്റെ പ്രാർത്ഥന നമുക്ക് കാണാം. അയ്യോ, ഭയങ്കര ബോസ്റ്റിങ്ങും ബ്രാഗിങ്ങും, ഭയങ്കര വീമ്പളക്കലാണ്. അവിടെ നമുക്ക് പ്രാർത്ഥനയിൽ 1 മണിക്കൂറോടൊക്കെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്, അങ്ങനെയുള്ളവരെ വാസ്തവത്തിൽ അങ്ങനെയുള്ളവർ ദുഷിച്ച ശീലമുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളവരെ കൊണ്ട് പബ്ലിക്കായിട്ട് പ്രാർത്ഥിപ്പിക്കണം. നിങ്ങൾക്ക് നീണ്ട പ്രാർത്ഥന വേണമെങ്കിൽ മുറിക്കകത്ത് കടന്ന് നിങ്ങൾ മാത്രം ഇരുന്ന് ദൈവത്തോട് പറയുന്നതിന് തെറ്റില്ല. പബ്ലിക്കിൽ ഇരിക്കുമ്പോൾ വീമ്പളക്കാനുള്ള സ്ഥലമല്ലത്. അവസാനത്തെ ഭാഗം ഞാൻ പറയാം, പ്രസംഗം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെയും വലിയ വീമ്പളക്കം എന്നുള്ള അവസരമല്ല, ഇല്ലാത്ത കാര്യങ്ങളെ പെരുപ്പിച്ച് പറയുന്ന അതിനുള്ള അവസരം അവിടെയുണ്ട്. പോയിന്റിൽ നിന്നൊക്കെ മാറി പോകുന്ന പല ആളുകളും ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ കേൾക്കുന്നവർക്ക് പ്രയോജനം, ആത്മീയ പ്രചോദനം ഉണ്ടാക്കുന്ന 1-2 വാക്കുകൾ, അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ പ്രസംഗം തരുന്നവരുണ്ട്. അവരോട് നേരത്തെ ചോദിച്ചു സമയം ചോദിക്കണം, എത്ര തരും, 15 മിനിറ്റ് അല്ലെങ്കിൽ 1/2 മണിക്കൂറേ പ്രസംഗിക്കാവൂ എന്ന് പറഞ്ഞ് കിട്ടിയാൽ അതിനനുസരിച്ച് ഇരുന്ന് തയ്യാറാക്കണം, പ്രാർത്ഥനയോടെ തയ്യാറാക്കണം. 5 മിനിറ്റിന് മുമ്പേ ഇത് ചെയ്യണം, പ്രസംഗം നടത്തിക്കോണം. 15 മിനിറ്റേ തന്നോടെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പം അവസാനിപ്പിച്ചോളാം. ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. വാക്കുകൾ ചുരുക്കമായില്ലെങ്കിൽ പാപം അതിനകത്ത് കടന്നു വരും, അവര് നിത്യ നരകത്തിന് ഇടയാകും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വചനത്താൽ ദൈവം നമ്മെ